കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഈ നോമ്പുകാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു പ്രകടനത്തെക്കുറിച്ചാണ്. പാപികൾക്ക് വേണ്ടി ഒരു നീതിമാൻ്റെ മരണം നമ്മെ ആഹ്വാനം ചെയ്യുന്ന സത്യം ഇതാണ്: നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുള്ള സ്നേഹത്തെ പ്രതി സഹിക്കാനും ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും സന്നദ്ധരായിരിക്കണം. യേശുനാഥൻ പഠിപ്പിച്ചു, സ്നേഹിതനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമ്മുടെ ജീവിതം അവരിനു വേണ്ടിയുള്ളതാണ് എന്ന സത്യം ഈ നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ ഗുരുവും നാഥനുമായ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച സത്യവും അതുതന്നെയാണ്. യേശുക്രിസ്തുവിന് വേണ്ടി മാത്രം മരിച്ചവനല്ല, മറിച്ച് ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി മരണത്തെ പുൽകിയവനാണ് നമ്മുടെ യേശുനാഥൻ. ഇതിലൂടെ ദൈവം നമ്മോട് പറയുന്നതും അതുതന്നെയാണ്. ഈ നോമ്പുകാലം നിൻ്റെ ജീവിതം സഹജീവികൾക്ക് വേണ്ടി കൂടി മാറ്റിവെക്കാൻ നീ മനസ്സ് കാണിക്കണം. അവന് വേണ്ടി സഹിക്കാൻ, അവരിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, നിൻ്റെ ജീവിതത്തിലെ സുഖസന്തോഷങ്ങൾ അവരിനു വേണ്ടി കൂടി കാഴ്ചവെക്കാൻ കർത്താവ് നമ്മെ ഈ നോമ്പുകാലത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹിതനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നോർത്ത് അവൻ്റെ ജീവിത സുഖങ്ങളിൽ പങ്കുചേർന്ന് അവനെയും സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.